أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون. قل من يكلؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون. أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر أنفسهم ولا هم منا يصحبون. صدق الله العظيم. സൂറത്തുൽ അംബിയ 41-3. വലഖദ് ഉസ്തുഹ്സിഅ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ബി റുസുലിൻ റസൂലുമാർ മിൻ ഖബലിക താങ്കൾക്ക് മുമ്പ് ഫഹാഖ എന്നിട്ട് വലയം ചെയ്തു അല്ലെങ്കിൽ പിടികൂടി ബില്ലദീന സഖിറൂ മിൻഹും അവരിൽപ്പെട്ട പരിഹസിച്ചിരുന്നവരെ കാനു അവരായിരുന്നു ബിഹി അതുകൊണ്ട് യസ്തഹ്സിഊൻ പരിഹസിക്കുന്നവർ. മാ കാനു ബിഹി യസ്തഹ്സിഊൻ അവർ പരിഹസിച്ചിരുന്നത് എന്താണോ അത്. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക. മൻ യക്ലഉക്കും നിങ്ങളെ ആര് സംരക്ഷിക്കും ബിൽ ലൈലി വൻ നഹാർ രാവും പകലും മിനർ റഹ്മാനി പരമകാരുണ്യവാനിൽ നിന്ന്. ബൽ ഹും എന്നാൽ അവർ അൻ ദിക്രി റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് മുഅരിളൂൻ അവഗണിച്ച് പോകുന്നവരാണ്. അം ലഹും അതല്ല അവർക്കുണ്ടോ ആലിഹത്തുൻ ദൈവങ്ങൾ തംനഉഹും അവരെ സംരക്ഷിക്കുന്ന മിൻ ദൂനിന നമ്മിൽ നിന്ന് നമ്മെ കൂടാതെ അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് എന്നൊക്കെയാണ് അർത്ഥം. ലാ യസ്തതിഊന അവർക്ക് സാധിക്കുകയില്ല നസ്ര അൻഫുസിഹിം സ്വയം സഹായിക്കുവാൻ അവരുടെ സ്വന്തത്തെ സഹായിക്കുവാൻ. വലാഹും അവരല്ല മിന്ന യുസ്ഹബൂൻ നമ്മോട് സഹവസിക്കുന്നവർ അവർ നമ്മോട് സഹവസിക്കുന്നവരുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. നിഷേധികളെ നരകം വന്ന് മൂടുക എന്നത് വളരെ പെട്ടെന്നായിരിക്കും. അതിനെ തടുക്കാൻ അവർക്ക് യാതൊരു വഴിയുമില്ല, സഹായികളും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും അവർ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച കാര്യമാണ് നിഷേധികളുടെ പരിഹാസം. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹദസിൻ ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും. അങ്ങനെ അവർക്ക് വളരെ ഇപ്പോൾ വീമ്പിളക്കുകയാണെങ്കിലും ശിക്ഷ വരുമ്പോൾ അതവരെ സ്തബ്ധരാക്കും. അത് തടുക്കാൻ അവരുടെ മുഖങ്ങളെ തീയിൽ നിന്ന് രക്ഷിക്കാൻ പോലും ഒന്നും ഉണ്ടാകുകയില്ല. എന്നിട്ടിപ്പോഴും അവരിങ്ങനെ തമാശയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മുകളിൽ പറഞ്ഞത്. എന്നാൽ ഇത് പുതിയ സംഭവമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല ആദ്യമായി പരിഹസിക്കപ്പെടുന്ന റസൂല്. ധാരാളം റസൂലുമാർ ഇതിൻ്റെ മുമ്പും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്ന നബിമാരുടെ കഥകളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനത മുതൽ ഇങ്ങോട്ട് ഒരുപാട് ആളുകൾ പലതരം പരിഹാസങ്ങളാണ് അവരെ രക്ഷിക്കാൻ ചെന്ന നബിമാർക്കെതിരെ തൊടുത്തിരുന്നത്. അതാണ് പറഞ്ഞത്, താങ്കൾക്ക് മുമ്പും ധാരാളം റസൂലുമാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടെന്താ സംഭവിച്ചത്? എന്ത് പറഞ്ഞാണോ അവർ റസൂലുമാരെ പരിഹസിച്ചത് അത് അവരെ അങ്ങോട്ട്
പിടികൂടുകയായിരുന്നു സംഭവിച്ചത്. അഥവാ നീ താക്കീത് ചെയ്യുന്ന ആ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുവാ, എവിടെ, എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പരിഹസിച്ചുകൊണ്ടിരുന്ന അതങ്ങോട്ട് ബാധിക്കുകയാണ് അവർക്ക് സംഭവിച്ചത്. അങ്ങനെ എന്ത് പറഞ്ഞാണോ പരിഹസിച്ചിരുന്നത്, അള്ളാഹുവിൻ്റെ ശിക്ഷ പറഞ്ഞിട്ടായിരുന്നല്ലോ, ആ ശിക്ഷ അവർക്കങ്ങ് വന്നു ചേർന്ന് കുടുങ്ങുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. പിന്നെ നിഷേധികളോട് ചോദിക്കാൻ പറയുകയാണ്, ഖുൽ മൻ യക്ലഉകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ. കാരുണ്യവാനായ നാഥൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ രാത്രിയിലും പകലിലും നിങ്ങളെ രക്ഷിക്കാൻ ആരാണുള്ളത്? ചോദിക്കുന്നതിൻ്റെ കാരണം, ശിക്ഷിക്കാൻ വലിയ സംവിധാനങ്ങളൊന്നും വേണ്ടതില്ല. അള്ളാഹു നിലനിൽക്കുന്ന രാത്രിയെ ഒന്ന് കടുപ്പിച്ചാൽ, ഒരൽപ്പം തണുപ്പ് കൂട്ടിയാൽ, അല്ലെങ്കിൽ പകലിലെ ചൂട് ഒന്ന് കൂട്ടിയാൽ അതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ പോലും ആരുമില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ജീവിച്ചു പോകുന്നത്? അത് നിങ്ങൾ പരിഹസിക്കുന്ന റസൂലും ആ റസൂലിനെ നിങ്ങൾ പരിഹസിക്കുന്ന റസൂലിനെ അയച്ച നാഥൻ അർ-റഹ്മാൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ജീവിക്കാൻ കഴിയുന്നത് എന്ന് ധ്വനി. അല്ലാതെ ആ മുകളിലെ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ അവർ കളിയാക്കിയിരുന്ന ശിക്ഷ ഇങ്ങോട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ നരകം അവരെ അങ്ങ് മൂടിയപ്പോൾ അവർക്കത് തടുക്കാനുള്ള യാതൊരു വഴിയും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അതുതന്നെയാകും നിങ്ങളുടെ അവസ്ഥയും. പക്ഷേ ഇപ്പോൾ അത് മനസ്സിലാകില്ല എന്നർത്ഥം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കാൻ കഴിയുന്നത് റബ്ബ് കാരുണ്യവാനായതുകൊണ്ടാണ്. അങ്ങനെ അപകട നിലയിലായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉത്ബോധനങ്ങളെയൊക്കെ അവർ അവഗണിക്കുകയാണ്. ബൽഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിളൂൻ. റബ്ബിൻ്റെ ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലാഹിയത്തൻ ഖുലൂബുഹും ആയിട്ട് ഇവരെ ബാധിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ എന്നിട്ടവർ അവഗണിക്കുകയാണ് എന്ന് ചുരുക്കം. അംലഹും ആലിഹത്തും തംനഉഹും മിൻ ദൂനിന. അല്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന വല്ല ദൈവങ്ങളും അവർക്കുണ്ടോ എന്നാണ്. ബഹുദൈവാരാധകർ അവരുടെ ദൈവങ്ങളെ അള്ളാഹുവിനെ തടുക്കാനുള്ള ദൈവങ്ങളായിട്ടല്ല കണ്ടിരുന്നത്. പകരം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് വേഗത്തിൽ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവക്ക് ഇബാദത്ത് ചെയ്യുന്നത്. ഇതൊക്കെയായിരുന്നു മുശ്രിക്കുകളുടെ വാദം. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെയല്ലാതെ അള്ളാഹുവിനെ തടുക്കാൻ വേണ്ടി, അള്ളാഹുവിനെ തകർക്കാനോ തോൽപ്പിക്കാനോ തടഞ്ഞു വെക്കാനോ ഒക്കെ വേണ്ടിയുള്ള ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവസങ്കല്പം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം. അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളെ അതിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്ന വല്ല ദൈവങ്ങളും നിങ്ങൾക്കുണ്ടോ? അംലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിന. പിന്നെ ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം. നിങ്ങൾ ദൈവങ്ങളായി സങ്കല്പിച്ച് ആരാധിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, സ്വയം സഹായിക്കാൻ പോലും കഴിവുള്ളവരല്ല. എന്നിട്ടല്ലേ ഭക്തന്മാരെ ആരാധിച്ചിരുന്നവരെ സഹായിക്കുന്നത്? മക്ക ഫതഹിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദ് ഇസ്ലാം സ്വീകരിച്ചിട്ട് പോയിട്ട് പിന്നെ ചെയ്യുന്ന പണി ഒരു വിഗ്രഹത്തിനെടുത്ത് മറ്റേ വിഗ്രഹത്തിനെ അടിച്ചു പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, ഇത്രയും കാലം ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് നിങ്ങളൊക്കെ ഞങ്ങളെ സംരക്ഷിക്കുമെന്നായിരുന്നു, അത് നിങ്ങൾ ചെയ്തില്ല. ഇനി നിങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയായിരുന്നു. അഥവാ അവർക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്, ഈ ദൈവങ്ങൾ ഇരിക്കുന്നത് ജുന്ദുൻ മുഹ്ളറൂൻ, ഭക്തന്മാരിങ്ങനെ സന്നദ്ധ ഭടന്മാരായി നിൽക്കുന്നത് കൊണ്ടാണ് എത്ര മുന്തിയ ലോഹത്തിൻ്റെ കല്ലാണെങ്കിലും അത് അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അത് കള്ളന്മാരെടുത്തുകൊണ്ട് പോകും, അല്ല കരിങ്കല്ലൊക്കെ ആണെങ്കിൽ അതിൻ്റെ വല്ല ആവശ്യത്തിനും ആരെങ്കിലും ഉപയോഗിച്ച് കളയും. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഭക്തന്മാർ സന്നദ്ധ ഭടന്മാരായി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ അത് നിലനിൽക്കുന്നത്. പിന്നെ അതിൻ്റെ പിന്നിലുള്ള സങ്കല്പങ്ങളുണ്ട്, അതൊക്കെ ഏതോ കാലത്ത് ജീവിച്ച മഹാന്മാരാണെന്ന്. അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ പോലും കഴിവുള്ളവരല്ല, പിന്നെയല്ലേ ഭക്തന്മാരെ രക്ഷിക്കുന്നത്. അതാണ് പറഞ്ഞത് ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം വലാഹും മിന്നാ യുസ്ഹബൂൻ.
അവർ നമ്മളോട് സഹവസിക്കുന്നവരുമല്ല എന്നാണ്. സഹാബി എന്ന് പറഞ്ഞാൽ കൂടെ താമസിക്കുക, സുഹബത്ത്. അയ്യുന്നാസി അഹഖു ബി സുഹബത്തി എന്ന് ചോദിച്ചു റസൂലുള്ളാഹിനോട്, ജനങ്ങളിൽ ആരോടാണ് ഞാൻ സഹവസിക്കാൻ ഏറ്റവും ബാധ്യതപ്പെട്ടത്? അപ്പോൾ ഉമ്മുക്ക 3 വട്ടം പറഞ്ഞില്ലേ, ഉമ്മുക്ക, പിന്നെ 4ാം വട്ടം അബൂക്ക. അതാണിത് വാക്ക്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്. ലാത്തയും ഉസ്സയും മനാത്തയും അവരൊക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്. പിന്നെ ഹുബുല് മകനാണ്. ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളായിരുന്നു. അപ്പോൾ എന്നിട്ട് അള്ളാഹു താല തണുപ്പ് കാലത്ത് മകൻ്റെ കൂടെയും ഉഷ്ണകാലത്ത് പെൺമക്കളുടെ കൂടെയും ഒക്കെ താമസിക്കും എന്നൊക്കെയുള്ള വികല വിശ്വാസങ്ങൾ കെട്ടിപ്പറഞ്ഞുണ്ടാക്കുക ഐതിഹ്യമാണല്ലോ. ഐതിഹ്യത്തിന് ലൈസൻസ് ഒന്നുമില്ല, എന്തും ഉണ്ടാക്കിക്കളയാം. അങ്ങനെ ദൈവത്തോടൊപ്പം താമസിക്കുന്ന മക്കളോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടപ്പെട്ടവരോ ഒക്കെയായി ദൈവത്തോട് കൂടെ കഴിയുന്ന ആളുകളാണ് ഞങ്ങൾ ആരാധിക്കുന്നവർ. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെ സഹായിക്കും, അവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നൊക്കെയായിരുന്നു വിശ്വാസം. അല്ല, അവരൊന്നും നമ്മോട് സഹവസിക്കുന്നവരേ അല്ല, ഒരു നിലക്കും അള്ളാഹുവിനോട് ഒക്കുന്നവരല്ല, അല്ലെങ്കിൽ ഒത്തുകഴിയുന്നവരല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്തടത്താണ് അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുമായി മുനാജാത്ത് നടത്താൻ വേണ്ടി പോയതിനെ കുറിച്ച് പറയുന്നിടത്ത് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, ഇനി താങ്കൾ പോയിക്കൊള്ളൂ, എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന്. അങ്ങനെ സ്ഥാനം കൊണ്ട് പോലും അള്ളാഹുവിൻ്റെ മുഖറബുകളായ മലക്കുകൾക്ക് പോലും അള്ളാഹുവിനോട് സഹവസിക്കുക എന്ന് പറഞ്ഞിട്ട് പരിപാടിയില്ല. എന്നിട്ടാണ് ഈ വ്യാജമായി സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവങ്ങളുടെയൊക്കെ കാര്യം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ മുകളിലെ ആയത്തിൽ പറഞ്ഞതുപോലെ സ്വയം തടുക്കാൻ കഴിയുകയില്ല, സഹായിക്കാനും രക്ഷിക്കുവാനും ആരെയും കിട്ടുകയില്ല. എന്നിട്ടും ഇവർ അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ അഥവാ അവരെ രക്ഷിക്കുവാനുള്ള ഉണർത്തലുകളെ അവഗണിക്കുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് പുതിയ സംഭവമല്ല. മുമ്പ് നബിമാരോട് അങ്ങനെ തന്നെയാണ് പല ആളുകളും ചെയ്തത്. അവർക്ക് ആ പരിഹസിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർ അവഗണിച്ചു കൊണ്ടിരുന്ന താക്കീതിൽ പറഞ്ഞ കാര്യങ്ങൾ അവരെ ബാധിക്കുകയാണ് എന്നിട്ടുണ്ടായത് എന്ന് ചരിത്രവും മുന്നിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുവാനും എതിരാളികളെ താക്കീത് ചെയ്യാനുമായി പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ, പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ, സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.